ഈ പാലക്കാട് RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. പക്ഷെ ആ പേര് തന്നെ വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ ഒരു റോഡിന് നൽകിയിട്ടുണ്ടല്ലോ. ആ റോഡിന് ആ പേര് നൽകാൻ അന്ന് പിന്തുണച്ചത് കോൺഗ്രസും മുസ്ലിം ലീഗുമാണ്. അന്ന് ഈ തിരുവനന്തപുരം ഭരിച്ചിരുന്നതും ഇപ്പോൾ ഭരിക്കുന്നതുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അന്നില്ലാത്ത ഐത്തം എന്താണ് ഇന്ന്? വളരെ ശരിയാണ് ശ്രീജിത്ത് പറഞ്ഞത്. ഒരു കാലത്ത് ഹെഡ്ഗേവാർ, ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ എന്ന RSS സ്ഥാപകൻ്റെ പേരിനോട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഐത്തമുണ്ടായിരുന്നില്ല. ഇത് ശ്രീജിത്ത് പറഞ്ഞതുപോലെ പണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട, ആ നേരെ എതിരെ നമ്പി മഠത്തിലേക്ക് പോകുന്ന പ്രധാന റോഡിൻ്റെ പേര്, അതൊരു അഗ്രഹാരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു റോഡാണ്. രണ്ട് വശത്തും അഗ്രഹാരങ്ങളാണ്. ആ റോഡിന് ഹെഡ്ഗേവാർ റോഡ് എന്ന് പേര് നാമകരണം നൽകണം എന്നാവശ്യപ്പെട്ടത് അന്ന് കൗൺസിലിലുണ്ടായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അന്നത്തെ കൗൺസിലിലുണ്ടായിരുന്ന ഒരു കൗൺസിലർ, BJPയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ആയിരുന്ന MS കുമാറാണ്. MS കുമാറിൻ്റെ ആ ആവശ്യം അന്ന് പിന്തുണച്ചത് കോൺഗ്രസും ലീഗുമാണ്. അന്ന് കൗൺസിൽ CPM ആണ്, LDF ആണ് ഭരിക്കുന്നത്. LDFിൻ്റെ നേരിയ എതിർപ്പുണ്ടായിരുന്നു. അത് വേണോ, അങ്ങനെയൊക്കെ വേണോ എന്ന് ചോദിച്ചപ്പോൾ പക്ഷേ കോൺഗ്രസിനും ലീഗിനും രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അതുകൊണ്ട് തന്നെ ആ റോഡിന് ആ പേര് നൽകുന്നതിൽ തെറ്റില്ല എന്ന്. കാരണം അന്ന് RSSൻ്റെ വിഭാഗ് കാര്യാലയം പ്രവർത്തിച്ചിരുന്നത് ആ റോഡിലാണ്. അപ്പോൾ ന്യായമായിട്ടും ഇന്നിപ്പോൾ വിഭാഗ് കാര്യാലയം ആ റോഡിലല്ല പ്രവർത്തിക്കുന്നത്. ഇന്ന് ആ റോഡ് ആ നമ്പി മഠത്തിലേക്ക് പോകുന്ന ആ റോഡിൽ ഇന്ന് സേവാഭാരതിയുടെ ഒരു ബാലസദനം പ്രവർത്തിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു ബാലസദനം പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും അന്ന് ആ റോഡിന് ഇങ്ങനെ ഒരു പേര് നൽകണം എന്നാവശ്യപ്പെട്ട് MS കുമാർ രംഗത്ത് വരികയും അന്നതിനെ കോൺഗ്രസും മുസ്ലിം ലീഗും പിന്തുണയ്ക്കുകയും ചെയ്തു. അത് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു ചെറിയ പോസ്റ്റാണ്, ഞാനത് വായിക്കാം. അപ്പോൾ അന്ന് നടന്ന ആ സംഭവങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ പ്രേക്ഷകർക്ക് കിട്ടും. അപ്പോൾ അന്നില്ലാത്ത ഒരു എതിർപ്പാണ് ഇന്ന് ഉയർത്തുന്നത്. ഞാൻ ആ പോസ്റ്റ് പെട്ടെന്ന് വായിക്കാം. 1988-93 കാലം തിരുവനന്തപുരം നഗരസഭ വർഷങ്ങളായി ഭരിച്ചിരുന്നത് CPM. നഗരത്തിലെ പ്രധാന നേതാക്കൾ എല്ലാം കാലങ്ങളായി അവരുടെ കൗൺസിലർമാരായിട്ടുണ്ട്. കോസല രാംദാസ്, കരമന സോമൻ, കളിപ്പാങ്കുളം സോമൻ, MP പത്മനാഭൻ, സ്റ്റാൻലി സത്യനേശൻ തുടങ്ങി അന്നത്തെ ജില്ലയിലെ പ്രധാന നേതാക്കളെല്ലാം തുടർച്ചയായി നഗരം ഭരിച്ചിരുന്നവരാണ്. 1988 തിരഞ്ഞെടുക്കപ്പെട്ട 50 അംഗങ്ങളിലും ഭൂരിപക്ഷം അവർക്കായിരുന്നു. ജയൻ ബാബു, കരമന ഹരി, MP പത്മനാഭൻ, സ്റ്റാൻലി സത്യനേശൻ തുടങ്ങിയ നേതാക്കൾ ഈ സമയത്തും കൗൺസിലിൽ ഉണ്ടായിരുന്നു. BJPക്ക് ഞാനടക്കം 6 പേരും. ആ കൗൺസിൽ കാലാവധിയിൽ കൃത്യമായ വർഷം ഓർക്കുന്നില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയ്ക്ക് മുൻപിലുള്ള പ്രധാന റോഡിന് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് എന്ന് നാമകരണം ചെയ്ത് ബോർഡ് സ്ഥാപിക്കണം എന്ന ഉള്ളവൻ അവതരിപ്പിച്ച പ്രമേയം CPMൻ്റെ ചെറിയ എതിർപ്പിനെ അവഗണിച്ചും പാസ്സായത് കോൺഗ്രസിൻ്റെയും 2 അംഗങ്ങൾ ഉണ്ടായിരുന്ന ലീഗിൻ്റെയും പിന്തുണയോടെ ആയിരുന്നു. 32 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദേശീയ നേതാവിനെ, സ്വാതന്ത്ര്യ സമര സേനാനിയെ ആദരിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നു എങ്കിൽ ഇന്നതിന് കഴിയാത്തത് അവർ ചെന്നുപെട്ടിരിക്കുന്ന രാഷ്ട്രീയ ഭീകരതയെ തുറന്നു കാട്ടുന്നതാണ്. ചരിത്രം പഠിക്കുകയും അറിയുകയും ചെയ്യാതെ രാഹുൽ മാങ്കുട്ടത്തിലിനെ പോലെയുള്ള നേതാക്കൾ പാലക്കാട് സമരം ചെയ്യുന്നത് കാണുമ്പോൾ പഴയ ചിലത് ഓർത്തുവെന്നേ ഉള്ളൂ. ചെറിയൊരു പോസ്റ്റാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അന്ന് മുസ്ലിം ലീഗിന് പോലും ഹെഡ്ഗേവാർ എന്ന പേരിനോട് ഐത്തമില്ലായിരുന്നു. ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന പേരിനെ അവർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ ഡോക്ടർ ഹെഡ്ഗേവാറിനെ സ്വാതന്ത്ര്യ സമര സേനാനിയായി തന്നെ കണ്ട് ആദരിച്ചിരുന്നു കോൺഗ്രസും ലീഗും എന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ്, ഇത് നടന്ന സംഭവമാണ്. ഇപ്പോഴും ആ റോഡിന് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് എന്ന് തന്നെയാണ് പേര്. അന്ന് കോർപ്പറേഷനിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതും ഭരിച്ചിരുന്നതും ഇടതുപക്ഷമാണ്. അവർ ചെറിയ എതിർപ്പൊക്കെ ഉയർത്തി. കാരണം അത് BJPയുടെ അതിലൊരു മറ്റൊരു രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ അന്ന് BJP കോൺഗ്രസിന് ഒരു വെല്ലുവിളിയായിരുന്നില്ല. ഇന്ന് നാം ഈ ചർച്ച ചെയ്യുന്ന കോർപ്പറേഷനിൽ തന്നെ 6 നിന്നും
മുപ്പത്തഞ്ചിലേക്ക് എത്തി. ഈ ആ സമയത്തുണ്ടായിരുന്ന കോൺഗ്രസിന്റെ അവസ്ഥ ഇന്ന് 10ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അതാണ് കാരണം, രാഷ്ട്രീയമാണ് കാരണം. രാഷ്ട്രീയത്തിന് അതീതമായി ഇതൊന്നും കാണാൻ നമുക്ക് കഴിയുന്നില്ല. കോൺഗ്രസ് എന്ന എവിടെയാണോ ഉണ്ടായിരുന്നത് ആ പ്രദേശങ്ങളിലേക്ക് BJPക്ക് വളർന്നു കയറാൻ സാധിച്ചു. അപ്പോൾ അവർക്ക് സ്വാഭാവികമായ ആശയത്തെ എതിർക്കാനല്ലേ? തീർച്ചയായിട്ടും അത് എതിർത്തേ, അവർക്ക് രാഷ്ട്രീയമായിട്ട് എതിർത്തേ പറ്റുള്ളൂ. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഒരു CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന കേന്ദ്രമാണ്. അതിന് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേര് കൊടുക്കുക. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു എന്നുള്ളതെങ്കിലും നമ്മൾ മനസ്സിലാക്കണ്ടേ. ആ പേര് കൊടുക്കുന്നതിന് എന്താണ് തടസ്സം, എന്താണ് അതിലെ ദോഷം, അതുകൊണ്ട് എന്താണ് ഇവിടുത്തെ മതേതരത്വം തകർന്നു വീഴുമോ? ഈ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ എന്ന് പറയുന്ന RSS സ്ഥാപകൻ മതേതരത്വം തകർക്കുന്ന എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? അദ്ദേഹം എന്ത് ദോഷമാണ് ഹിന്ദുക്കൾ അല്ലാത്തവർക്ക് വേണ്ടി? അല്ല, തനിക്ക് ആഹാരം തരുന്ന യജമാനനോട് സ്നേഹത്തോടെ കുരച്ചാലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള ചെറുപ്പക്കാരായ നേതാക്കൾക്കറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചപ്പോൾ ആദ്യമായി ഉയർന്ന പതാക കോൺഗ്രസിന്റെ അല്ല SDP-യുടെ വെൽഫെയർ പാർട്ടിയുടേതുമായി. ആ ആശയമാണ് അന്ന്, ആ മുദ്രാവാക്യങ്ങളാണ് അവിടെ ഉയർന്നു കേട്ടത്. അതോടൊപ്പം അതുകൊണ്ട് ആ പാർട്ടിക്ക് അനുകൂലമായി രാഹുൽ മാങ്കൂട്ടത്തിന് കുരച്ചാലേ പറ്റൂ. അത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് അങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് പിന്നെയും മനസ്സിലാക്കാം. കാരണം അവർക്ക് ഇത്തരക്കാരുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള ഒരു കോൺഗ്രസ് നേതാവിന് എങ്ങനെ ഇത്രയും അധപ്പതിക്കാൻ സാധിച്ചു എന്നുള്ള ചോദ്യമാണ് ഞാൻ പറയുന്നത്. ഇതിനകത്തുള്ള രാഷ്ട്രീയം മാറ്റിവെക്കാം. ഈ ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന RSS സ്ഥാപകൻ തീർച്ചയായിട്ടും ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് നിരവധി തെളിവുകളുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക, അവർ എൻ്റെ സുഹൃത്ത് കൂടിയാണ്, പക്ഷേ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല, അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിന് മറുപടിയായിട്ട് ശ്രീജിത്ത് പണിക്കർ കൊടുത്ത വിവരങ്ങൾ എത്ര കൃത്യമായിരുന്നു. അവസാനം അദ്ദേഹം ഒരു ഉപദേശവും കൂടെ കൊടുത്തു. നിങ്ങൾക്ക് രാഷ്ട്രീയമാകാം, RSSനെ എതിർക്കാം, ഒക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കരുത്, ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. അത് വലിയ ദോഷം ചെയ്യും. പ്രത്യേകിച്ചും ഒരു മാധ്യമ പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് ജയിലിൽ കിടന്ന ഡോക്ടർ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടന്ന വർഷം, RSS സ്ഥാപിക്കുന്നതിന് മുമ്പും RSS സ്ഥാപിച്ചതിനു ശേഷവും, അതുപോലെ 1940 മരിച്ചുപോയ ഡോക്ടർ ഹെഡ്ഗേവാർ 1942 സമരത്തിൽ എങ്ങനെ പങ്കെടുക്കും? ഈ ചോദ്യമാണ് ശ്രീജിത്ത് പണിക്കർ ഉന്നയിച്ചത്. ഈ മാധ്യമപ്രവർത്തകയ്ക്ക് ഒരു മറുപടിയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് അവർ ഒന്നും മിണ്ടാതെ ആ പോസ്റ്റ് പിൻവലിക്കുക പോലും ചെയ്യാതെ ഒരു വശത്തൂടെ ഒഴിഞ്ഞങ്ങ് പോയി. കുറഞ്ഞപക്ഷം തെറ്റ് തിരുത്തുകയെങ്കിലും അവർക്ക് ചെയ്യാം. ഇത് ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇവരൊക്കെ, ഈ രാഷ്ട്രീയക്കാരും ഈ മാധ്യമപ്രവർത്തകരുമൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്? നമുക്ക് RSSനെ വിമർശിക്കാം, RSSൻ്റെ സ്ഥാപകനെ വിമർശിക്കാം. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിമർശിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം മാധ്യമപ്രവർത്തകർക്കുണ്ട്. അതിവിടെ ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല. RSS ഒരിക്കലും അതിനൊരു വെല്ലുവിളിയുമായി വന്നിട്ടില്ല. അപ്പോൾ കാരണം ഇത്രയേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സംഘടനയാണത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഉൾപ്പെടെ അത് നിരോധിക്കപ്പെട്ടു. ഗാന്ധിവധം ആരോപിക്കപ്പെട്ട് അത് നിരോധിക്കപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള RSS ഒരിക്കലും മാധ്യമപ്രവർത്തകർക്ക് നേരെ ഒരു പ്രതിഷേധമോ പരാതിയോ ഒന്നും ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടില്ല. അവർക്ക് പറയാനുള്ളത് അവർ പറയും, അവർ പ്രവർത്തിക്കേണ്ട രീതിയിൽ അവർ പ്രവർത്തിക്കും. ജനാധിപത്യ സംവിധാനത്തിലല്ല, നിയമവിരുദ്ധമായിട്ടാണ് അവരുടെ പ്രവർത്തനമെങ്കിൽ നിങ്ങൾക്കത് ചോദ്യം ചെയ്യാം, അതിനെ എതിർക്കാം, അതിൽ പ്രതിഷേധിക്കാം, പരാതി കൊടുക്കാം, നടപടിയെടുക്കാം, ഒക്കെ ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും ഈ രാജ്യത്തുണ്ട്. അതാരും എടുത്തുകൊണ്ട് പോയിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഈ പുതിയ കാല ചെറുപ്പക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർ തേടേണ്ടത്. അവർക്ക് തിരുത്താൻ സന്മനസ്സുണ്ടെങ്കിൽ അവർ തിരുത്തട്ടെ. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ രാഷ്ട്രത്തിൻ്റെ ഒരു സാംസ്കാരികമായ പൈതൃകത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ബാക്കിയുള്ള രാഷ്ട്രീയം അതൊക്കെ നമുക്ക് പുറത്താകാം. പക്ഷേ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഈ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ, അത് ഏത് പാർട്ടിയിലും പെട്ടവരാകട്ടെ, അത് ഇടതുപക്ഷമാകട്ടെ, വലതുപക്ഷമാകട്ടെ, അല്ലെങ്കിൽ RSS ആകട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആകട്ടെ, ഏതുമാകട്ടെ, നമുക്ക് അവരെ ആദരിക്കാം, അവരെ നെഞ്ചോട് ചേർക്കാം. അവരുടെ ത്യാഗത്തെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പൈതൃകത്തിൻ്റെ അഭിമാനമായിട്ട് നമുക്ക് കരുതാം. ആ ത്യാഗത്തെ നമുക്ക് നെഞ്ചേറ്റാം. അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയം നല്ലതല്ല എന്ന് മാത്രം പറഞ്ഞു വയ്ക്കട്ടെ.